അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രയാണത്തിനിടയിൽ ഒരു മനുഷ്യന് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് ദുഃഖവും സന്തോഷവും. ഈ ലോകത്ത് പിറന്നു വീണ ഒരാളുടെയും ദുഃഖം അതല്ലെങ്കിൽ സന്തോഷം അത് എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തും ഒരേപോലെ നീണ്ടു നിൽക്കുന്നതായിട്ടല്ല. നേരെ മറിച്ച് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസത്തിനപ്പുറത്ത് ആ പ്രയാസങ്ങളെയൊക്കെ മറക്കുന്ന അല്ലെങ്കിൽ മറപ്പിക്കുന്ന ചില സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമ്മെ തേടിയെത്തും. അതാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള വലിയ പ്രതീക്ഷ പകരുന്ന കാര്യം. ഓരോ പ്രഭാതത്തിൻ്റെയും ആ സൂര്യൻ നമ്മിലേക്ക് ഉദയം കൊള്ളുമ്പോൾ അതൊരു മനുഷ്യൻ്റെ പ്രതീക്ഷയാണ്. ആ പുലരി, ആ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന വെളിച്ചം, അത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കും എന്നൊരു പ്രതീക്ഷ. ഏതൊരു മനുഷ്യനും ഉണരുന്നത് ആ ഒരു പ്രതീക്ഷയോടുകൂടെയാണ്. അതാണ് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ദീവാനിൽ ചൊല്ലിയ കവിതകളുടെ സാരം. കാലത്തെ നീ കുറ്റപ്പെടുത്തരുത്, ആ കാലത്തെ നീ കുറ്റപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് ആ കാലഘട്ടത്തെ അതല്ലെങ്കിൽ കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനെ, പ്രപഞ്ചത്തിൻ്റെ ശില്പിയാകുന്ന പടച്ചവനെ കുറ്റപ്പെടുത്തുന്ന അതല്ലെങ്കിൽ ആ പടച്ചവൻ്റെ നിശ്ചയങ്ങളിൽ നമുക്ക് സംതൃപ്തി അടയാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു, ഒരു ദുഃഖവും ഒരു സന്തോഷവും അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല എന്ന് ആ കവിതയിൽ മഹാനായ ഇമാം പറയുന്നു. അതുപോലെ തന്നെ നീ കാലം ഇങ്ങനെ കറങ്ങിയാലും നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നീ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നീ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ നീ കാലം ശരിയില്ല, എൻ്റെ നേരം ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നഈബു സമാനന വൽ ഐബു ഫീന, നമ്മൾ നമ്മുടെ കാലത്തെ കുറ്റപ്പെടുത്തുന്നു, പഴിക്കുന്നു. കാലത്തിന് ഒരു കുറ്റവുമില്ല. ഈ ഭൂമിക്ക്, ഈ ആകാശത്തിന്, മാറി മാറി വരുന്ന രാപ്പകലുകൾക്ക്, കാലചക്രത്തിന് ഒരു കുഴപ്പവുമില്ല. അത് പണ്ട് എങ്ങനെയാണോ ഉദിച്ചത് അതേപോലെ സൂര്യൻ ഇന്നും ഇത് ഉദിക്കുന്നു. ഭൂമി പണ്ട് കറങ്ങിയതുപോലെ തന്നെ ഇന്നും കറങ്ങുന്നു. പക്ഷേ കുറ്റം എവിടെയാണ്? വൽ ഐബു ഫീന, കുറ്റം നമ്മിലാണ്. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മിലാണ് കുറ്റം. നമുക്കൊരു സന്തോഷമുണ്ടാവുകയാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവണം. അല്ലാതെ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങൾക്ക്, സങ്കടങ്ങൾക്ക്, രോഗങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ കാലത്തെ പഴിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് കവി പറയുന്നത്. നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ, ഈ കാലത്തിന് നാം ജീവിക്കുന്ന കാലത്തിനൊരു കുഴപ്പവുമില്ല. വലാലി സമാനിന ഐബുൻ സിവാന, നമ്മളാണ് ഈ കാലത്തിൻ്റെ കുഴപ്പം. ഖുർആനിൽ ഇങ്ങനെ നമുക്ക് കാണാൻ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, കരയിലാവട്ടെ, കടലിലാവട്ടെ, ഭൂമിയിലാവട്ടെ, ആകാശത്തിലാവട്ടെ, നാട്ടിലാവട്ടെ, നഗരത്തിലാവട്ടെ, ഇവിടെയും എന്ത് കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ടോ ആ കുഴപ്പത്തിൻ്റെ നിദാനം, ആ കുഴപ്പത്തിൻ്റെ കാരണം അത് അവനവർ തന്നെയാണ്. അത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ അധിവസിക്കുന്ന ഇടങ്ങളിലുള്ള കുഴപ്പങ്ങൾക്ക് കാരണം മനുഷ്യർ തന്നെയാണ് എന്ന് ഖുർആൻ നമ്മെ പറഞ്ഞു വെക്കുന്നു.